എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഇഡ്ലി പൊടി തയ്യാറാക്കിയാലോ? ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് ഇരുമ്പ് ചട്ടിയിലാണ് എല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 5 ഉണക്കമുളക് ഈ ഇരുമ്പ് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മുളക് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഇതിപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. പാകത്തിന് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് 1/4 കപ്പ് കടലപ്പരിപ്പാണ് നമുക്കിനി വറുത്തെടുക്കാനുള്ളത്. ഈ കടലപ്പരിപ്പിന് ശേഷം ഞാൻ ഉഴുന്നുപരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും പ്രത്യേകമായിട്ട് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഈ കടലപ്പരിപ്പ് 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷമാണ് ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കുന്നത്. 1/2 കപ്പ് ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നത്. ഇത് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഈ ഇഡ്ലിപ്പൊടി തയ്യാറാക്കുന്നത്. ഉഴുന്നുപരിപ്പ് ഏകദേശം 3 മിനിറ്റോളം നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ പച്ചരി കൂടി ചേർത്ത് കൊടുക്കാം. ഈ പച്ചരി ചേർത്തിട്ട് ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് കുരുമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ 10 കുരുമുളകാണ് ചേർത്തിട്ടുള്ളത്. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ഈ ഉണക്കമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്താം. കൂടുതൽ എരിവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് 5 എണ്ണത്തിന് പകരം ഒരു 8 എണ്ണം വരെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇതിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഈ മുളക് വറുത്തെടുത്ത സമയത്ത് ഇതിൻ്റെ ഞെട്ടൊന്നും ഞാൻ കളഞ്ഞിട്ടില്ലായിരുന്നു. ഇത് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഈ മുളകിലെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം മിക്സിയിലേക്ക് ചേർക്കാനായിട്ട്. ഇപ്പോൾ ആദ്യം നമുക്ക് ഈ മുളക് മാത്രമായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചേരുവകൾ കൂടി നമുക്ക് ചേർക്കാനുണ്ട്. പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ചെറിയൊരു തരിതരിപ്പോടു കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഇഡ്ലിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ചെറിയൊരു തരിതരിപ്പോടു കൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല ഫൈൻ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇത് പൊടിച്ചെടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ആവശ്യത്തിന് ഇഡ്ലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ അല്പം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഇത് കുറേ അധികം നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇത് സൂക്ഷിച്ചു വെച്ചാൽ മതിയാകും. ഏകദേശം 3 മാസമൊക്കെ പുറത്ത് വെച്ചാലും കേടുകൂടാതെ തന്നെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്